നാളെ എനിക്കിങ്ങനെ തോന്നി, ഇനി എൻ്റെ മോനും പിന്നെ കബീർ ബാക്കൈ പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷിൻ്റെ മാതിരി തലയത്തെ മുടി വെട്ടി വന്നാൽ ഞാൻ ഒന്നും പറയാതിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഒരിക്കൽ. കാരണം സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട്. 1500 കൊല്ലമായിട്ട് മൂമിനീങ്ങൾ 3 തരത്തിലാണ് മുടി വെട്ടിയത്. മൂമിനീങ്ങൾ 3 തരത്തിലാണ് മുടി വെട്ടിയത്. ഒന്ന്, മുടി ഒരുമിച്ച് വളർത്തി ബാക്കിൽ മുറിക്കും. കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അയിമ തലയെ കെട്ടും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. രണ്ടാമത്തേത്, ഒരേപോലെ വെട്ടി ചെറുതാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും മുടി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുറിച്ച് കളയുന്ന രീതി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഒരുപോലെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ മുടി മുഴുവനായും വടിച്ചു കളയുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടുകൂടി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഒന്ന്, ഒരേപോലെ വളർത്തി ബാക്കിൽ കട്ട് ചെയ്യുക. കടമ്പ മൂസാക്ക് അങ്ങനെ മുടി വളർത്തുക, നല്ലതാണ്. രണ്ടാമത്തത്, ഒരുപോലെ വെട്ടി ചെറുതാക്കുക. മൂന്നാമത്തത്, ഒരേമാതിരി കട്ട് ചെയ്ത് വടിച്ച് കളയുക. പഴയകാല സൂഫികളൊക്കെ ആ രീതിയാണ് സ്വീകരിക്കാറുള്ളത്. ഇത് 3 അല്ലാത്ത രീതി അന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരിക്കൽ ഒരു സഹാബി തൻ്റെ കുട്ടിയെയുമായി വന്നു. മുടി കുറേ ചെത്തിങ്ങാണ്ട് ബാക്കി നിർത്തിയിട്ടുണ്ട്, അനക്ക് എൻ്റെ കുട്ടിൻ്റെ മുടി എല്ലാ സ്ഥലവും ഒരേമാതിരി വെട്ടിക്കൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അയാൾ അപ്പം തന്നെ പോവുകയും മുടി ശരിയാക്കിയിട്ട് വരികയും ചെയ്തു. കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് ജൂത സൈന്യത്തെയും മുസ്ലിം സൈന്യത്തെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ കൊണ്ടുവന്നതായിരുന്നു അല്പം കട്ട് ചെയ്ത് അല്പം നിർത്തുക എന്ന ശൈലി. ഇനി അമ്മക്ക് വേണോ നമ്മളെ കുട്ടികൾക്ക് വേണോ എന്ന് ആലോചിക്കാവുന്നതാണ്. സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട്. എല്ലാവരും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കും ചെയ്യാം, ഇങ്ങനൊരു വിചാരം. ടൈറ്റ് പാൻറ് വ്യഭിചാരികളെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. നമുക്കാർക്കും വ്യഭിചാരികളെ ഇഷ്ടമല്ല. വ്യഭിചാരികളെ തിരിച്ചറിയാൻ അടയാളമുണ്ട്. വ്യഭിചാരികളായി നമ്മുടെ നാട്ടിൽ അധികമുള്ളത് സ്ത്രീകളാണ്. പക്ഷെ നമ്മുടെ നാട് വിട്ടാൽ വ്യഭിചാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ, വ്യഭിചാരികളായി വ്യഭിചരിക്കാൻ നിന്നു കൊടുക്കുന്നവർ, പണം പറ്റി വ്യഭിചാരത്തിന് വിധേയരാകുന്നവർ പുരുഷന്മാരാണ് കൂടുതൽ. പുരുഷ വ്യഭിചാരികളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ചന്തി ലാമിനേഷൻ ചെയ്ത പാൻറ്. വേണമെങ്കിൽ ചെയ്തോളി, അല്ലെങ്കിൽ ഒഴിവായിക്കോളി. വിഷയം അറിഞ്ഞതിന് ശേഷം ചെയ്യലും അറിയാതെ ചെയ്യലും രണ്ടാണല്ലോ. അറിഞ്ഞിട്ടും ചെയ്യാം, ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അടയാളം കാട്ടിക്കോട്ടെ എന്നാണെങ്കിൽ കാട്ടിക്കോട്ടെ. സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരമുണ്ട്. അതിൽപ്പെട്ടതാണ് പലിശ. സാർവത്രികമായ അമ്മക്കും ആവാന്നാണ്. ഇസ്ലാം ദീനിൽ ആചാരങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ആചാരം മാത്രം പോരാ, അനുഷ്ഠാനം വേണം. അനുഷ്ഠാനം മാത്രം പോരാ, ആചാരവും വേണം. 5 വക്തിനും പള്ളിക്കുണ്ടാവും. സുബഹി ജമാഅത്തിന് വരും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുക. എന്നിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ ഹലാൽ ചിക്കൻ തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ആചാരം പോരാ, അനുഷ്ഠാനം വേണം. അനുഷ്ഠാനം പോരാ, ആചാരം വേണം. രണ്ടും ക്ലിയർ ആണോ? എല്ലാവരും ചെയ്താൽ നമുക്കും ആവാന്നൊരു തീരുമാനമുണ്ട്. അത് മുഅ്മിനിനെ ചോദിച്ചതല്ല. മുഅ്മിനിന് അവൻ്റെതായ നിലപാടുകളുണ്ട്, ഉണ്ടാവണം. പലിശൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാർവത്രികമായതുകൊണ്ടൊരു വിഷയം അനുവദിക്കപ്പെടൂല. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അനുവദിക്കപ്പെടുക എന്നൊരു കാര്യമില്ല. അതുകൊണ്ട് രണ്ടാമത്തത് പലിശയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതയാണ് ഏറ്റവും കുറഞ്ഞു വരുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് റിദ്ദത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. മുർത്തദ്ദാവുക എന്ന് പറഞ്ഞതൊരു പേടിയില്ലാത്ത വിഷയമാണ്. മുർത്തദ്ദാവുക എന്നുള്ളൊരു പേടിയില്ല. കോരനുണ്ടോ കാഫിറാകണ പേടി എന്ന് പറഞ്ഞ മാതിരിയാണ്. കോരന് കാഫിറാകണ പേടിയില്ലല്ലോ. റിദ്ദത്തിൻ്റെ കാര്യം ആർക്കും ഒരു പേടിയില്ലാത്ത വിഷയമാണ്. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിലുള്ളതിനേക്കാൾ ഗൗരവമാണ് നിസ്കാരത്തെ പരിഹസിച്ചാൽ.
ഹജ്ജിന് പോയില്ലെങ്കിലുള്ളതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഹജ്ജിനെ പരിഹസിച്ചാൽ. ഇസ്തിഹ്സാ രിദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറും. പള്ളിയെ പരിഹസിച്ചാൽ, ഖുർആനിനെ പരിഹസിച്ചാൽ, പരിഹാസം ഇന്നൊരു പ്രശ്നമല്ല. നമുക്ക് ആരെയും പരിഹസിക്കാം, വാപ്പാനെയും പരിഹസിക്കാം എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. പരിഹാസം നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഇസ്തിഹ്സാ ഭ്രാന്തനെ പോലും പരിഹസിക്കാൻ പാടില്ല. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അവിടെയാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഭ്രാന്തൻ ആരാ? ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണ്. നമ്മളൊക്കെ ഭ്രാന്തില്ലാത്തവരാണ്. നമ്മളിങ്ങനെ കിതാബും കെട്ടൊക്കെ ഇങ്ങനെ തൊക്കിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ മീസാൻ എന്ന തുലാസിൻ്റെ അടുത്ത് ഇങ്ങനെ വരിവെക്കുമ്പോൾ ഭ്രാന്തം കാണാൻ ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെയാണ് പോണു. ഒന്ന് ഹിസാബില്ല. ഹിസാബില്ല എന്ന് പറഞ്ഞാൽ ഹിസാബുൻ അസീർ എന്ന പ്രയാസകരമായ ഹിസാബില്ല. ഹിസാബുൻ യസീർ മാത്രമേ ഉള്ളൂ. അവന് വേണം പോവും, കഴിച്ചിലായി പോവും. ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് പരിഹസിച്ചവൻ ഹിസാബിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒറിജിനൽ ഭ്രാന്തൻ. അല്ലെങ്കിലും പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വാസ്തവത്തിൽ ആർക്കാ പിരാന്ത്? ആർക്കാ പിരാന്ത് എന്നിങ്ങനെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മുമ്പൊരിക്കലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ, തെക്കൻ ഭാഗത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പഴയ മാതിരിയല്ലല്ലോ, സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തും കഴിക്കുന്നത് അകത്തുമാണ്. മുമ്പ് ഉണ്ടാക്കൽ അകത്തും കഴിക്കുന്നത് പുറത്തു വരുന്നു. ഇപ്പോൾ വേറൊരു സംവിധാനം വരുന്നുണ്ട്, ഉണ്ടാക്കുന്നതും പുറത്താണ്, കഴിക്കുന്നതും പുറത്താണ്, അകത്ത് ഫുള്ള് കാലിയാണ്. ഫാസ്റ്റ് ഫുഡ്.